ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനോ സ്ട്രീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോബെറി ജാമാണ്. ഇതൊരു 7 മാസം വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് വെച്ച് തന്നെ കേടാകാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ജാമാണിത്. ഈ ജാമൊക്കെ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പുറത്തുനിന്ന് പിന്നെ നമ്മൾ ജാം മേടിക്കത്തേ ഇല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിനായിട്ട് 500 ഗ്രാം സ്ട്രോബെറീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ മാറ്റിയിട്ട് ഈ രീതിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. ഇത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. 300 ഗ്രാം പഞ്ചസാരയുണ്ട് ഇത്. ഇനി ഈ സ്ട്രോബെറീസും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിനിമം 3 മണിക്കൂർ അടച്ചു വെച്ചേക്കുക. ഒരു 7 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. കണ്ടോ, പഞ്ചസാരയൊക്കെ അലിഞ്ഞ് സ്ട്രോബെറീസിൽ നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ ഇരിക്കുമ്പം തന്നെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് സ്ട്രോബെറീസിൽ നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാകും. ഒരു 7 മണിക്കൂറൊക്കെ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഓവർനൈറ്റാണ് വയ്ക്കുന്നതെങ്കിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാകും. ഈ സമയത്ത് ജാം തയ്യാറാക്കി വെക്കാനുള്ള കുപ്പി ഒട്ടും ഈർപ്പമില്ലാതെ നന്നായിട്ട് തുടച്ചുണക്കി വയ്ക്കുക. അതുപോലെ തന്നെ ജാം തയ്യാറാക്കാനുള്ള പാത്രവും അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന സ്പൂണിലും ഒന്നും തന്നെ ഒട്ടും ഈർപ്പം കാണാൻ പാടില്ല. ഇനി ഈ സ്ട്രോബെറിയുടെ കൂട്ട് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ മതിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഒരു 12 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഈ രീതിയിൽ തിക്കായി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുക. ഈ നാരങ്ങ നീരാണ് ഈ ജാമിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വരട്ടിയെടുക്കുമ്പോഴേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇതൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി അല്ല. ഇത് ഞാൻ നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരു പ്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജാമിൽ നിന്ന് ഒരല്പം എടുത്ത് വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. കണ്ടോ, ഇത് ആ കംപ്ലീറ്റ് ജാം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കൺസിസ്റ്റൻസി അല്ല വേണ്ടത്. നമ്മൾ വിരൽ കൊണ്ട് ഒരു ലൈൻ ഇടുമ്പോൾ ആ ലൈൻ അതുപോലെ തന്നെ കിട്ടണം. അതാണ് എൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുത്ത ശേഷം വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതാണ്. ഇനി ഈ സ്റ്റേജിലുള്ള ജാമിന്റെ പാകം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ കൈവച്ച് വരയ്ക്കുന്ന സമയത്ത് അത് ലൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ കറക്റ്റ് ജാമിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രോബെറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. ജാം ചെറിയ ചൂടോടുകൂടി തന്നെ കുപ്പിയിലേക്ക് പകർത്തി ഒഴിക്കണം. കണ്ടോ, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ജാമാണിത്. ചപ്പാത്തിയിലൊക്കെ പുരട്ടിയിട്ട് റാപ്പ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തൂ. ഹാപ്പി കുക്കിംഗ്.